everyone, welcome back to Salem Learning. Miss ആണ് മക്കളെ നമ്മൾ ആ ബേസിക് സയൻസിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ടുവേഴ്സ് 100 ഫോൾസ് ഓഫ് വീൽ വിളിക്കാൻ 100 മീനി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് അല്ലേ നമ്മൾ പതിവെക്കൽ അഥവാ ലെയറിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. അതിന്റെ പാർട്ട് 2 സീരീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടുവേഴ്സ് 100 ഫോൾഡ് ഈൽഡിലെ ലെയറിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ലെയറിങ് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് പുതിയ തൈകൾ അല്ലേ, പുതിയ ചെടിയുടെ തൈകൾ, അതേ പാരന്റ് പ്ലാന്റിന്റെ അതേ ക്വാളിറ്റീസ് ഉള്ള പുതിയ തൈകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു കാര്യം നമ്മൾ ആ ലെയറിങ്ങിലൂടെ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ടെക്നിക്കാണ്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നാടൻ മാങ്ങ കാണാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, നമുക്ക് അല്ലാത്തത് മാങ്ങകളും കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെയുള്ള മാങ്ങകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയും. ഇത് നല്ല മധുരമായിരിക്കും, നല്ല വലുപ്പമായിരിക്കും അല്ലേ. മാത്രമല്ല ഇതിനെ എപ്പോഴും നമ്മുടെ നാടൻ മാങ്ങകൾ കാണുന്നത് പോലെ തന്നെയല്ല, കുറച്ചും കൂടെ വലിയ വലുപ്പത്തിലും നല്ല മധുരത്തിലൊക്കെ ഉള്ള മാങ്ങകളായിരിക്കും ഇതുപോലെയുള്ള നമ്മുടെ മാങ്ങകൾ. ഇനി നമ്മുടെ നാടൻ മാങ്ങകളാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത, അത് ചെറിയ ഇത്തിരി പുളിപ്പുള്ള മാങ്ങകളായിരിക്കും. പക്ഷേ ഇതിനൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അധികം ശുശ്രൂഷ അല്ലെങ്കിൽ അധികം കെയർ ഒന്നും കൊടുത്തില്ലെങ്കിലും നന്നായിട്ട് വളരുന്ന ഒരു ടൈപ്പ് ഓഫ് മാങ്ങകളാണ്, അല്ലെ ടൈപ്പ് ഓഫ് മാവാണ് നമുക്ക് ആദ്യം കാണുന്ന പിക്ചറിലുള്ളത്. അപ്പോൾ ഇതുപോലെ ഇൻഡിജീനസ് മാങ്കോ ട്രീ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാവാണെന്നുണ്ടെങ്കിൽ സ്മോൾ മാങ്കോ ആയിരിക്കും, സ്വീറ്റ് സോറോ ആയിരിക്കാം, പക്ഷേ നമ്മുടെ മണ്ണിൽ നല്ലതുപോലെ വളരും അല്ലേ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് ആ മണ്ണിൽ നല്ലപോലെ വളരുന്ന ചെടികളാണ് വേണ്ടത്. അതുപോലെ പ്രത്യേകിച്ച് കെയർ ഒന്നും വേണ്ട. അപ്പൊ ഈ ഒരു ക്വാളിറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടു. ഈ മാവിൻ്റെ ഈ രണ്ട് ക്വാളിറ്റീസും എന്താണ് നമുക്ക് യൂസ്ഫുൾ ആണ്. ഇനി നമ്മുടെ ഇവിടെയുള്ള നീലം മാംഗോ ട്രീ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ മാങ്ങകളാണ്, വെരി സ്വീറ്റ് ആയിട്ടുള്ള മാംഗോസ് ആണ്. ഓക്കെ, വലിയ മാങ്ങകളും വളരെ സ്വീറ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ നല്ലതുപോലെ വളരില്ല അല്ലേ. സ്പെഷ്യൽ കെയറും ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ക്വാളിറ്റീസ് നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ രണ്ട് ക്വാളിറ്റീസ് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ വളരുന്ന എന്നാൽ ബിഗ് സൈസ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള മധുരമുള്ള മാങ്ങകൾ ഈ ക്വാളിറ്റീസ് ചേർത്തിട്ട് നമുക്ക് അതുപോലെ ഒരു വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ അതുപോലെ ഒരു മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ എങ്ങനെയുണ്ടാവും, അടിപൊളിയായിരിക്കില്ലേ. അങ്ങനെയുള്ള ഒരു മാവ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ വളരുന്ന അല്ലെ പ്രത്യേകിച്ച് കെയർ ഒന്നും ആവശ്യമില്ലാത്ത എന്നാൽ നല്ല വലിപ്പമുള്ളതും നല്ല മാങ്കോകളുമായിട്ടുള്ള ഒരു മാംഗോ ട്രീ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. എങ്ങനെ, ആ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ആദ്യം നമ്മുടെ നാടൻ മാംഗോയിലാണ് ഇതുണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നാടൻ മാവിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു വർഷം മുതൽ 6 മാസം വരെ പ്രായമായിട്ടുള്ള ഒരു തൈ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു 15 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഈ ഒരു ഷേപ്പിൽ സൈഡ് ചരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ മേൽഭാഗം മാറ്റുന്നു. ഇനി ഏത് മാംഗോയുടെയാണോ, നമുക്ക് നീലം മാംഗോ ആണ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല വലുപ്പമുള്ള മാംഗോ ആണ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം ഇതേ വലുപ്പത്തിലുള്ളൊരു തണ്ട് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഈ ഒരു ഷേപ്പിൽ ഇൻസിഷൻ ഉണ്ടാക്കുന്നു. നമ്മുടെ നാടൻ മാംഗോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂട്ട് ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ നാടൻ മാവിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ നീലം മാംഗോയുടെ ഈ ഒരു സ്റ്റെമ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് വെക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ചേർത്ത് വെച്ചിട്ട് ഇതെന്ത് ചെയ്തു, നമ്മളിത് വെച്ച് കെട്ടി കുറച്ച് നാൾ കഴിയുമ്പോഴെന്താണ് ഈ മാവിൽ അല്ലേ, നമ്മുടെ ഈ ഒരു നാടൻ മാവിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന മാംഗോ ഇതാണ്, നീലം മാംഗോ ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏകദേശം ക്വാളിറ്റീസ് നമുക്ക് എവിടെ കിട്ടും, ഉണ്ടാകാൻ പോകുന്ന ആ ഒരു മാവിൽ കിട്ടും അല്ലേ. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ഇൻസേഷൻ ഉണ്ടാക്കി. അതിനുശേഷം നമുക്ക് ഏത് ക്വാളിറ്റി ആണോ വേണ്ടത്, നീലം മാംഗോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതേപോലെ സൈഡ് ചരിച്ച് നമ്മൾ കട്ട് ചെയ്തു, ഇവിടെ വെച്ചു, നമ്മൾ എന്ത് ചെയ്തു, നമ്മളതിനെ വളർത്തിയെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഏത് മാംഗോ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും മോഡേൺ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ആ ഒരു മാംഗോ പ്ലാന്റ് നമ്മൾ ചൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ റൂട്ട് പോർഷനെ നമ്മളൊരു പേര് വിളിച്ചു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റോക്ക് എന്ന് വിളിക്കും. ഓക്കെ, ഈ ഒരു നാടൻ മാവിൻ്റെ ഈ ഒരു റൂട്ട് പോർഷൻ അല്ലെങ്കിൽ നമ്മൾ എടുത്ത ആ ഒരു പോർഷനെ നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിച്ചു. ഇനി നമ്മൾ ഏതൊരു മാവിൻ്റെ ആണെന്ന് അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ഡിസൈഡ് ക്വാളിറ്റിയിലുള്ളത്, നീലം വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ നീളം വെറൈറ്റി നമ്മൾ എടുത്തു, അതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അല്ലേ, അതിനെ നമ്മൾ സിയൺ എന്ന് വിളിച്ചു. ഓക്കെ,
ഇതിനെ നമ്മൾ സിയൺ എന്ന് വിളിച്ചു. അപ്പോൾ എന്താണ് സ്റ്റോക്ക്, എന്താണ് സിയൺ എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഏത് മാംഗോ ആണോ നമ്മുടെ അടുത്ത്, നമ്മുടെ നാടൻ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോക്ക് എന്ന് വിളിച്ചു. നമുക്ക് ഏതിൻ്റെ ക്വാളിറ്റീസ് ആണോ വേണ്ടത് അത് നമ്മളിതാ ഇവിടേക്ക് വെച്ചു, അതിനെ നമ്മൾ സിയൺ എന്ന് വിളിച്ചു. എന്നിട്ട് നമ്മൾ ഏകദേശം 15 സെൻറ്റിമീറ്റർ മുകളിലേക്ക് നമ്മൾ സിയൺ അറ്റാച്ച് ചെയ്ത് ഇതേപോലെ ഒരു ഡീപ്പ് കട്ട് വെച്ചിട്ട് നമ്മളൊരു നൈഫ് വെച്ചിട്ട് അതിനൊരു ഡീപ്പ് കട്ടിലാക്കി. ഓക്കെ, അപ്പോൾ അതാ കമ്പൊട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്ത് നിന്ന് 15 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുറിച്ച് മാറ്റണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്താണ്, കത്തി ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ താഴേക്ക് ഇതാ ഇതേപോലെ മുറിക്കുക. ഓക്കെ, ഇതേപോലെ നമ്മൾ ഇതാ മുറിച്ച് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ സിയൺ. അത് നമ്മുടെ സ്റ്റോക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇതേപോലെ വെച്ച് കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഈ സിയൺ നമ്മൾ എന്ത് ചെയ്യാണ്, ആ റൂട്ട് സ്റ്റോക്കിൻ്റെ ഗ്യാപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പോളിത്തീൻ ബാഗ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ജോയിൻ ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അപ്പോൾ ഇനി വളർന്നു വരുന്നത് ഏതായിരിക്കും, നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ നീലം മാംഗോ ആയിരിക്കും നമ്മൾ ഇതിലേക്ക് വളർന്നു വരിക അല്ലേ. അപ്പോൾ ഇതുപോലെ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പൊട്ടിക്കൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒട്ടിക്കാനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ നമ്മൾ എന്ത് വിളിച്ചു, റൂട്ട് സ്റ്റോക്ക് എന്ന് വിളിച്ചു. ഇനി ഒട്ടിക്കുന്ന കമ്പനി നമ്മൾ എന്ത് വിളിച്ചു, സാൻ എന്ന് നമ്മൾ വിളിച്ചു. സോ ഗ്രാഫ്റ്റിംഗ് ഇസ് ദ മെത്തേഡ് ഓഫ് production of saplings by joining stem of a superior quality plant with another plant that has roots and belong to the same species. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് സെയിം സ്പീഷീസിലാണ്, രണ്ട് മാവുകളാണ് അല്ലേ. അപ്പോൾ വേരോട് കൂടിയ ഒരു സുപ്പീരിയർ ക്വാളിറ്റിയിലുള്ള ഒരു തണ്ട് അല്ലെങ്കിൽ ആ വേരോട് കൂടിയ നമ്മൾ എന്തെടുത്തു, നമ്മൾ സ്റ്റോക്ക് എടുത്തു, അതിലേക്ക് നമ്മൾ ഇതേപോലെയുള്ള സുപ്പീരിയർ ക്വാളിറ്റിയുള്ള വേറൊരു സിയൺ അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രാഫ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിന് എന്താണ്, നമ്മൾ റൂട്ടായിട്ട് സെലക്ട് ചെയ്തതിനെ ആണ് നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഏതാണോ നമ്മൾ അതിലേക്ക് ജോയിൻ ചെയ്തത് അതിനെ നമ്മൾ സിയൺ എന്ന് വിളിച്ചു. അപ്പോൾ സിമ്പിളായിട്ട് ഇതാണ് നമ്മുടെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് മെത്തേഡിലൂടെ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസൈഡ് ആയിട്ടുള്ള ക്വാളിറ്റീസ് അല്ലെ, സുപ്പീരിയർ ആയിട്ടുള്ള ക്വാളിറ്റീസിലുള്ള മാംഗോ, ഒരേ ഇനത്തിൽപ്പെട്ട മാംഗോ, നമ്മൾ ഒരേ ഇനത്തിൽപ്പെട്ട നമുക്ക് ആവശ്യമുള്ള ആ ഒരു മാവിനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.